അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ടു ജസ്നാസ് കുക്കിംഗ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തേങ്ങാ ബണ്ണിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഈ തേങ്ങാ ബണ്ണ് ഓവൺ ഇല്ലാതെയും ചെയ്തെടുക്കുക, അതുപോലെ ഓവണിലും ചെയ്യാം. അപ്പോൾ ഞാനിത് രണ്ട് രീതിയിലും കാണിക്കുന്നുണ്ട്. ഓവണിലും ചെയ്യുന്നുണ്ട്, അതുപോലെ ഓവൺ ഇല്ലാതെയും ചെയ്യുന്നുണ്ട്. ഈ തേങ്ങാ ബണ്ണ് ഞാൻ ഓവണിൽ ചെയ്തതാണ്. ഇതുപോലെ നമുക്ക് ഗ്യാസിൽ ചെയ്തത് നോക്കാം. ഈ ബണ്ണ് ഞാൻ ഗ്യാസിൽ ചെയ്തെടുത്തതാണ്. ഇതിൻ്റെ മുകൾ ഭാഗം നല്ല കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. സാധാരണ നമ്മൾ ബണ്ണൊക്കെ ചെയ്യുമ്പോൾ നല്ല കളറായിട്ട് മുകൾ ഭാഗം ഗ്യാസിൽ ചെയ്യുമ്പോൾ കിട്ടാറില്ല. പക്ഷേ ഇതുപോലെ ചെയ്താൽ നല്ല കറക്റ്റ് കളറൊക്കെ ആയിട്ട് ഓവനിൽ ചെയ്ത പോലെ തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് ഈ രണ്ട് ബണ്ണും എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് തേങ്ങാ ബണ്ണ് റെഡിയാക്കി എടുക്കണമെങ്കിൽ ആദ്യം ബണ്ണിൻ്റെ മാവ് ഒന്ന് കുഴച്ചെടുക്കണം. ഞാനിപ്പോൾ ഒരു ഫുഡ് പ്രോസസ്സറാണ് എടുത്തിട്ടുള്ളത്. ഇതല്ലാന്നുണ്ടെങ്കിൽ കൈ ഉപയോഗിച്ച് നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുന്ന പോലെ കുഴച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഇതെടുത്തെന്നുള്ളൂ. അപ്പോൾ ഞാനിതിലേക്ക് 250 ml കപ്പിന് ഒരു 3 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 3 കപ്പ് മൈദയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു മുട്ട കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ മധുരത്തിന് ആവശ്യമായിട്ട് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഈസ്റ്റാണ്. ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിട്ടുള്ളത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. ഇതുപോലത്തെ ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്. ഇതല്ല നമ്മുടെ സാധാരണ ഈസ്റ്റാണെന്നുണ്ടെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ ഇളം ചൂട് പാലിലോ വെള്ളത്തിലോ ഇട്ട് വെക്കുക. ഒരു ടീസ്പൂൺ ഈസ്റ്റ് അതുപോലെ ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ കലക്കിയിട്ട് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ആ ഈസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആവാനായിട്ട് വെക്കുക. അതിന് ശേഷം നമ്മൾ ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയ കാരണം ഞാൻ പൊടിയിലേക്ക് നേരിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തെടുക്കുന്നുണ്ട്. കൈ ഉപയോഗിച്ചാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കൈ ഉപയോഗിച്ച് മിക്സാക്കി എടുത്താൽ മതി. ഈ ഒരു പാകത്തിലായിട്ട് മിക്സാക്കി എടുക്കുക. ഇനി നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ 250 ml കപ്പിന് ഒരു കപ്പ് തിളപ്പിച്ചാറിയ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചെറിയൊരു ചൂടുള്ള പാലാണ്, ഒരുപാട് ചൂടാവാൻ പാടില്ല പാലിന്. ഈ പാലിന് പകരം നമുക്ക് ഇളം ചൂട് വെള്ളം ഒഴിച്ചാലും മതി. ഇനി ഞാനിതൊന്ന് ഓണാക്കിയിട്ട് മാവ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. നമ്മൾ കൈ ഉപയോഗിച്ചാണെന്നുണ്ടെങ്കിൽ കുഴച്ചെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ മാവ് ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിലായാൽ മതി. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മൾ റെഡിയാക്കി വെച്ച മാവ് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് കൈ ഉപയോഗിച്ചിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് എല്ലാ സൈഡിലേക്കും ഒന്ന് ആക്കി കൊടുക്കണം. മാവ് നമ്മുടെ ചപ്പാത്തി മാവിൻ്റെ ഒരു പരുവായിട്ട് വേണം ഇരിക്കാനായിട്ട്. ഒരുപാട് ലൂസാവേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ സൈഡിലേക്കും ആക്കി കൊടുത്തിട്ട് ഇത് നമുക്ക് ഡബിൾ സൈസ് ആവാനായിട്ട് വെക്കണം. ഒരു 2 മണിക്കൂർ വെച്ചാൽ തന്നെ ആയിക്കോളും, ചൂടുള്ള ഭാഗത്താണെങ്കിൽ. അപ്പോൾ ഞാനിത് അടച്ച് വെച്ച് ഡബിൾ സൈസ് ആവാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ മാവ് പൊന്തി വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് വേണ്ട ഫില്ലിങ് റെഡിയാക്കാം. തേങ്ങാ ബണ്ണിലേക്ക് വേണ്ട ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു തേങ്ങ ചിരകിയത് എടുത്ത് വെച്ചിട്ടുണ്ട്. 2 ബണ്ണ് ഉണ്ടാക്കുന്ന കാരണമാണ് ഞാൻ ഒരു തേങ്ങ മുഴുവൻ എടുത്തിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ പകുതി മതിയാവും. പിന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്, കുറച്ച് ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്, അതുപോലെ കുറച്ച് അണ്ടിപ്പരിപ്പും എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ഞാൻ ഈ തേങ്ങയുടെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് അത്യാവശ്യം മധുരം ഉണ്ടാവും. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 5 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക. 5-6 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പഞ്ചസാരയും തേങ്ങയും നമ്മളിട്ടുള്ള എല്ലാതും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാ ബണ്ണ് റെഡിയാക്കി എടുക്കാം. നമ്മുടെ മാവൊക്കെ ഡബിൾ സൈസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതൊരു 2 മണിക്കൂറാണ് ഡബിൾ സൈസ് ആവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ നന്നായിട്ട് മാവ് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ചൂട് കുറവുള്ള സ്ഥലമാണ്, തണുപ്പുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഒരു 3-4 മണിക്കൂർ വെച്ചാൽ തന്നെ മാവ് പൊന്തി വന്നോളൂ. പിന്നെ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ബൗളിൽ നിന്ന് മാറ്റിയിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കുഴച്ച് ഇതുപോലെ നീളത്തിലൊന്ന് വെച്ചിട്ടുണ്ട്. ഇനി മാവ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ 2 ബണ്ണാണ് ഉണ്ടാക്കുന്നത്. ഞാനൊരു ചെറിയ ബണ്ണും ഒന്ന് വലുതുമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെയാണ് മാവ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനിയും നമുക്ക് ഈ മാവൊന്നും കൂടെ കട്ട് ചെയ്യാം. അപ്പോൾ വലിയ മാവ് ഞാൻ വലിയ തേങ്ങാ ബണ്ണ് ഉണ്ടാക്കാനാണ്. പിന്നെ ചെറിയ മാവ് ഇതുപോലെ കട്ട് ചെയ്തിട്ട്
ഒരു ഭാഗം ചെറുതും ഒരു ഭാഗം വലുതുമാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ബണ്ണ് ഉണ്ടാക്കാനുള്ളതാണ്, തേങ്ങ ബണ്ണ്. അപ്പോൾ കട്ട് ചെയ്യുമ്പോഴേ എപ്പോഴും ഒരു ഭാഗം വലുതും അതുപോലെ ഒരു ഭാഗം കുറച്ച് ചെറിയ സൈസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മൾ വലിയ തേങ്ങ ബണ്ണ് ഉണ്ടാക്കാനുള്ളതാണ്. അതും ഇതുപോലെ തന്നെ ഒരു ഭാഗം കുറച്ച് വലുപ്പത്തിലും കട്ട് ചെയ്തിട്ടുണ്ട്, ഒരു ഭാഗം കുറച്ച് ചെറുതായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ നമുക്ക് തേങ്ങ ബണ്ണ് റെഡിയാക്കി എടുക്കാം. ഇതുപോലെ 2 കേക്ക് ടിൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിൽ 2ലും ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചെറുത് ഞാൻ ഗ്യാസിലും വലുത് ഞാൻ ഓവനിലും വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഈ കേക്ക് ടിൻ അല്ലാന്നുണ്ടെങ്കിൽ ഗ്യാസിൽ ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റീൽ പ്ലേറ്റ് എടുത്താലും മതി. കാരണം നമ്മളിതൊരു പാനിൽ ഇറക്കി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റീൽ പ്ലേറ്റിൽ നന്നായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് അതിലേക്ക് വെച്ച് കൊടുത്താൽ മതി. അതുപോലെ ഓവനിൽ ചെയ്യുമ്പോൾ നമ്മളിതുപോലെ കേക്ക് ടിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ബേക്ക് വെയർ എടുത്താൽ മതി. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ച് തേങ്ങാപ്പണ്ണിൻ്റെ മാവൊക്കെ ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ വലിയ തേങ്ങാപ്പണ്ണിൻ്റെ ആ വലിയ മാവാണ് പരത്തിയെടുക്കുന്നത്. ഈ മാവ് നമ്മൾ കുറച്ച് കട്ടിയിൽ തന്നെ പരത്തിയെടുക്കുക. ഒരുപാട് കനം കുറച്ച് പരത്തണ്ട. മേലിൽ വെക്കാനുള്ള മാവാണ് കനം കുറച്ച് പരത്തിയെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഒരു വലുപ്പത്തിൽ കട്ടിയിലാണ് പരത്തിയെടുത്തിട്ടുള്ളത്. നമ്മുടെ കേക്ക് ടിന്നിൻ്റെ വലുപ്പത്തിനനുസരിച്ച് വേണം പരത്തിയെടുക്കാനായിട്ട്. ഇനി നമുക്കിത് ഇതിലേക്ക് വെക്കാം. മാവ് ഞാൻ ഈ കേക്ക് ടിന്നിലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ട് കൈ ഉപയോഗിച്ചിട്ട് മാവിൻ്റെ വലുപ്പം കുറവ് തോന്നുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കൈ ഉപയോഗിച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് രണ്ടാമത്തെ തേങ്ങാപ്പണ്ണിൻ്റെ മാവ് ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. പരത്തിയെടുക്കുന്ന സമയത്ത് പൊടി ഇടേണ്ട ആവശ്യമില്ല, പൊടി ഇടാതെ പരത്തിയെടുത്താൽ മതി. അപ്പോൾ അതും പരത്തിയെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ചെറുതായ കാരണം ഒരുപാട് പരത്തൊന്നും വേണ്ട. എന്നിട്ട് ഇതുപോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കാം. അങ്ങനെ ഞാനിതാ 2 റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് തേങ്ങാപ്പണ്ണിൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ച് തേങ്ങേൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഫില്ലിങ് അത്യാവശ്യം വെച്ച് കൊടുക്കണം, എല്ലാ സൈഡിലുമായിട്ട് വെച്ച് കൊടുക്കണം. എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ തേങ്ങാപ്പണ്ണ്. ഇതുപോലെ ഞാൻ അതിലും ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 2ലും ഫില്ലിങ്ങൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലുള്ള മാവും കൂടെ ഒന്ന് പരത്തിയിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ മുകളിലുള്ള മാവ് നമ്മൾ ചെറുതാക്കിയിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അതൊന്ന് കനം കുറച്ച് പരത്താം. അപ്പോൾ ഞാൻ ആദ്യം വലിയ തേങ്ങാപ്പണ്ണിൻ്റെ മാവ് തന്നെ പരത്തിയെടുക്കുന്നുണ്ട്. നമ്മൾ അടിയിലുള്ള മാവ് കുറച്ച് കട്ടിയിൽ പരത്തുക, അതുപോലെ മുകളിലത്തെ മാവ് കുറച്ച് കനം കുറച്ചും പരത്തിയെടുത്താൽ മതി. പൊടി ഇടേണ്ട ആവശ്യമില്ല. പരത്തുമ്പോൾ ഈ ഒരു പാകത്തിൽ പരത്തി വെച്ചാൽ മതി. ഇനി നമുക്കിത് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. നമ്മൾ മാവ് വെച്ച് കൊടുക്കുന്ന സമയത്ത് മാവൊന്ന് ചെറുതായ പോലെ തോന്നും. അത് പക്ഷെ നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്നങ്ങനെ വലിച്ചാൽ മതി. അപ്പോൾ അത് നീണ്ട് കിട്ടും. ഇനി നമുക്ക് ഈ മാവിൻ്റെ ഒരു സൈഡ് നമ്മൾ താഴെ വെച്ച മാവിൻ്റെ മറ്റേ സൈഡുമായിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കണം. താഴെ വെച്ച മാവിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ഇങ്ങനെ പ്രസ്സാക്കി കൊടുക്കണം. അപ്പോൾ അത് നന്നായിട്ട് ഒട്ടിയിരിക്കും. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മുടെ തേങ്ങാപ്പണ്ണിൻ്റെ മാവ് ഞാൻ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിലായിട്ട് വേണം ഇരിക്കാനായിട്ട്. നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ മാവ് വിട്ടു പോവും. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ രണ്ടാമത്തെ തേങ്ങാപ്പണ്ണിൻ്റെ മിക്സും നന്നായിട്ട് പ്രസ് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 തേങ്ങാപ്പണ്ണിൻ്റെ മാവും ഞാൻ പരത്തി ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് പ്രസ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഒരു മുട്ട ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എല്ലാ സൈഡിലും ഒന്ന് സ്പ്രെഡ് ആക്കിയിട്ട് കൊടുക്കണം. ഇതുപോലെ എല്ലാ സൈഡിലും മുട്ട ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഞാൻ ഓവനിൽ ചെയ്യാനുള്ള തേങ്ങാപ്പണ്ണ് ഓവനിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓവൻ ഞാൻ ആദ്യം ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനതൊരു 130 ഡിഗ്രിയിൽ 20 മിനിറ്റാണ് വെച്ച് കൊടുക്കുന്നത് തേങ്ങാപ്പണ്ണ് റെഡിയാവാൻ. അപ്പോൾ ഓവനിലുള്ള ബണ്ണ് റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്ക് ഗ്യാസിൽ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഞാനൊരു പഴയ പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് അധികം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നന്നായിട്ട് ഒരു 10 മിനിറ്റ് ചൂടാക്കി എടുത്ത ശേഷം ഗ്യാസ് ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു കറി വെക്കുന്ന തരിക ഇറക്കി വെച്ചിട്ട് നമ്മുടെ ഈ ബണ്ണിൻ്റെ ഈ മിക്സുള്ള ഈ കേക്ക് ടിന് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 30 മിനിറ്റ് അടച്ച് വെച്ച് തേങ്ങാ ബണ്ണൊന്ന് വേവിച്ചെടുക്കണം. അതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് കളറാക്കി എടുക്കാം. അങ്ങനെ ഇപ്പോൾ ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. തേങ്ങാപ്പണ്ണ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓവനിൽ ചെയ്താലുണ്ടാകുന്ന ആ കളർ എങ്ങനെ ആക്കിയെടുക്കുക നോക്കാം. അപ്പോൾ നമ്മൾ തേങ്ങാപ്പണ്ണ് ഓവനിൽ ചെയ്താൽ വരുന്ന ഒരു ബ്രൗൺ കളർ മുകൾ ഭാഗം ആവാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാൻ ചൂടാക്കിയിട്ട് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് എല്ലാ സൈഡിലും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ തേങ്ങാപ്പണ്ണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിട്ട് കൊടുക്കുന്ന സമയത്ത് ഗ്യാസ് ലോ ഫ്ലെയിമിലായിട്ട് വേണം വെക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് ഇതിങ്ങനെ തിരിച്ച് എല്ലാ സൈഡും ഒന്ന് ചെറുതായിട്ട് ബ്രൗൺ കളറാക്കി എടുക്കാം.
അതിൻ്റെ ആ മുകൾ ഭാഗത്തുണ്ടായിരുന്ന ആ വൈറ്റ് കളറൊന്ന് മാറ്റിയെടുക്കുക. ഈ സമയത്ത് ഗ്യാസ് ലോ ഫ്ലെയിമിൽ തന്നെ ഇടുക, അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോവും. ഇങ്ങനെ കൈ ഉപയോഗിച്ച് തിരിച്ച് കൈ പൊള്ളാതെ തിരിച്ച് എല്ലാ സൈഡും ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കുക. ഒരു 5 മിനിറ്റ് അങ്ങനെ ചെയ്താൽ മതി, ഒരുപാട് നേരമൊന്നും ചെയ്യണ്ട. അങ്ങനെ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് തിരിച്ചിട്ട് നോക്കുന്നുണ്ട്. കണ്ട് നല്ല കറക്റ്റ് കളറായി വന്നിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ബ്രൗൺ കളറാക്കാം. അപ്പോൾ ഞാൻ ഇത്രേ ആക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതുപോലെ ചെയ്താൽ നല്ല കളറായി കിട്ടും. അപ്പോൾ ഓവണില്ലെങ്കിലും ഇതുപോലെ റെഡിയാക്കിയാൽ മതി. അതുപോലെ ഓവനിൽ ഉണ്ടാക്കിയ ബണ്ണും ഇതാ നല്ല കറക്റ്റ് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ 2 തേങ്ങാ ബണ്ണും ഇതാ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഗ്യാസിൽ ചെയ്തത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ബ്രൗൺ കളർ ആക്കാം. ഞാനിപ്പോൾ ഇത്രേ ആക്കിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ തേങ്ങാ ബണ്ണ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മുടെ ബണ്ണ് ഇതാ കട്ട് ചെയ്തിട്ടുണ്ട്. നല്ല കറക്റ്റ് ഉൾഭാഗമൊക്കെ നല്ല കറക്റ്റ് കുക്കായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, തേങ്ങാ ബണ്ണ് ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ. അതുപോലെ ഇതാ ഗ്യാസിൽ ഉണ്ടാക്കിയ തേങ്ങാ ബണ്ണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉൾഭാഗം അത് നല്ല കറക്റ്റ് കുക്കായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക.